ഒരു 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 മണിക്കൂർ മുൻപ് വരെ നമുക്കുള്ള ചിത്രം ഏത് തരത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ലോറി പുഴയ്ക്കടിയിലുണ്ട്. ഗംഗാവലി പുഴയുടെ അടിയിൽ അത് 15 കിലോമീറ്റർ അകലെ ആണെങ്കിൽ പോലും കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള പരിശോധന. അപ്പോൾ എത്ര താഴ്ചയാണെങ്കിലും ആ ലോറി കണ്ടെത്തുന്നു. ആകെ മുന്നിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ലോറിയുടെ ക്യാബിൻ ഡോറ് മണ്ണിൽ പുതഞ്ഞാണോ കിടക്കുന്നത്, ചെളിയിൽ പുതഞ്ഞാണോ കിടക്കുന്നത് എന്നുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ക്യാബിന്റെ ഡോറിലേക്ക് ചെല്ലുക, അർജുനെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക, ഇനി അവിടെ നിന്നുള്ള മണ്ണ് മാറ്റം അത് എത്രത്തോളം ദുഷ്കരമാകും എന്നുള്ള വലിയ ചോദ്യം ഉണ്ടായിരുന്നു. ആ ലോറി തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് ലോറി മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാകും പിന്നെയുള്ള ഏക വഴി. ഈ രണ്ട് ചോദ്യങ്ങളിലാണ് ഈ കഴിഞ്ഞ ഒരു മണിക്കൂർ മുൻപ് വരെ രക്ഷാദൗത്യം പോരുന്നത്. ഒറ്റ മണിക്കൂർ കഴിയുമ്പോഴേക്കും ഐബോർഡിന്റെ പരിശോധന വന്ന് ഇതാ ഒരു മണിക്കൂറിനപ്പുറമാകുമ്പോഴേക്കും ചിത്രം മാറുന്നു. ലോറി തന്നെ 3 മുറിഞ്ഞു പോയി, സ്പ്ലിറ്റായി പോയി എന്ന് പറയുന്നു. എബിഞ്ചർ ഫെറോ മാഗ്നറ്റിക് ലൊക്കേറ്റർ CMP പൂനെയിൽ നിന്ന് കൊണ്ടുവന്നത് 3 ഡിസ്റ്റിങ്ക്ട് പോർട്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇത് 3 പോയി എന്നുള്ള വിവരം ലഭ്യമാകുന്നു. അതിനിടയിൽ അതോടൊപ്പം അതേ സമയത്ത് വരുന്ന വാർത്തയാണ് തടിക്കഷ്ണം കണ്ടെത്തി എന്നുള്ളത്. ഇനി ഈ തടിക്കഷ്ണം അർജുന്റെ ലോറിയുടേതല്ല എന്നുള്ള ചില അഭിപ്രായങ്ങൾ വരികയും ഇത് സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്ന് ചിലർ മാധ്യമങ്ങളിൽ പറയുകയും ചെയ്തു. അതും മാറിയിരിക്കുന്നു. ലോറിയുടെ മനാഫ് ന്യൂസ് 18 തന്നെ പ്രതികരിച്ചിരിക്കുന്നു, ഇത് അർജുന്റെ ലോറിയിലുള്ളതാണ്. അപ്പോൾ 8 കിലോമീറ്റർ അകലെ ഈ ലോറിയിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ ഒഴുകിപ്പോകുക, ലോറി 3 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ആവുക, ഈ കണ്ടെത്തിയിരിക്കുന്ന സിഗ്നൽ ഏത് ഭാഗത്തിൻ്റെതാണ്, അതിൽ ക്യാബിൻ ഉണ്ടോ, ക്യാബിൻ ഇല്ലെങ്കിൽ പിന്നെ ക്യാബിൻ എവിടെയാണ്, ക്യാബിൻ ഉണ്ടെങ്കിൽ അർജുനെ കണ്ടെത്താൻ ഉള്ള നീക്കങ്ങളിലേക്ക് കടക്കാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെയാണ് ലഭ്യമാകുന്നത്. ഏറ്റവും പുതിയ വിഷയം, സേന തന്നെ കാണുന്നത് ഈ ലോറി ക്യാബിനെ കൃത്യമായിട്ട് കണ്ടെത്തുക, അത് ലൊക്കേറ്റ് ചെയ്യുക. അങ്ങനെ ആ ഒരു ഡിസിഷൻ പോയിന്റിലേക്ക് ഡൈവേഴ്സിന് ഇവരുടെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ അനുസരിച്ച് പോകാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇത് നേരത്തെ ഈ സീറോ വിസിബിലിറ്റി ഒക്കെ വലിയ വില്ലനായിട്ട് മാറിയിരുന്നു. ഈ വെള്ളത്തിനടിയിലുള്ള ദൃശ്യങ്ങൾ കാണാനാകാത്ത ഒരു വലിയ വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ മേജർ ജനറൽ കമാൻഡർ അതുൽ പിള്ള അടക്കം പറഞ്ഞത് ക്യാമറയിൽ സീറോ വിസിബിലിറ്റി എന്നാണ്. അതായത് കാണാൻ കഴിയുന്നില്ല താഴെ, അത്രയും അടിയൊഴുക്കുണ്ട്, പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അടിയൊഴുക്കാണ്. അപ്പോഴാണ് കൃത്യമായ രീതിയിൽ ഐബോർഡ് വരുന്നത്. ഐബോർഡിന്റെ പ്രവർത്തനം കൊണ്ട് ഇത് കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ഈ 2.4 കിലോമീറ്റർ ദൂരത്തിലൊക്കെ പറത്താവുന്ന ഡ്രോൺ വെള്ളത്തിൽ 70 മീറ്റർ ആഴത്തിൽ, അതായിരുന്നു പ്രതീക്ഷ. അങ്ങനെ 70 മീറ്റർ ആഴത്തിൽ വരെ പരിശോധന നടത്താൻ കഴിയുന്ന, എത്ര മോശം കാലാവസ്ഥയിലും പരിശോധന നടത്താൻ കഴിയുന്ന ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ട് സേനയുടെ ഏറ്റവും പുതിയ സജ്ജീകരണങ്ങൾ എന്ന് തന്നെ പറയാവുന്ന ഒന്നുകൂടിയാണ് അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ടർ. അപ്പോൾ അതിനെ കൊണ്ടുവന്നിട്ട് ആ തരത്തിലുള്ള പരിശോധന നടത്തി വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം കണ്ടെത്തുക. പിന്നെ മുന്നിലുള്ള ഏക വെല്ലുവിളി എന്ന് പറയുന്നത് അടിയൊഴുക്ക് നിയന്ത്രിക്കുക. ആ തരത്തിലുള്ള താൽക്കാലിക ചെക്ക് ഡാം അടക്കം പോലും സേന ആലോചിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുക. എന്നിട്ട് ക്യാബിനിലേക്ക് എത്താൻ കഴിയുമോ എന്ന് ഡൈവേഴ്സിന് പരിശോധിക്കുക. ഒരു 4 ഡൈവ് എടുത്ത് കൊണ്ട് ഒരുപക്ഷെ വൈകുന്നേരത്തിനുള്ളിൽ അത്യന്തം സങ്കീർണമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പക്ഷേ ഇതെല്ലാം ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി അത് ഐബോർഡിന്റെ പരിശോധന കൊണ്ട് തന്നെ ക്യാബിനാണോ ഈ വെള്ളത്തിനടിയിലുള്ളത്, ഈ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാകും. അങ്ങനെയാണെങ്കിൽ, അത് ക്യാബിനാണെങ്കിൽ നേരത്തെ നിശ്ചയിച്ച തരത്തിലുള്ള അതേ പ്ലാനിൽ തന്നെ മുന്നോട്ട് പോകാൻ സേനയ്ക്ക് കഴിയും, ഡൈവേഴ്സിന് ഇറങ്ങാൻ കഴിയും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കുത്തൊഴുക്കിന്റെ വിഷയം, അടിയൊഴുക്കിന്റെ വിഷയം മാത്രമുള്ളൂ. അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ക്യാബിനിലേക്ക് എത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അപ്പോഴും ഇൻ കേസ് അൺഫോർച്ചുനേറ്റ്ലി ഇത് ക്യാബിൻ അല്ല എങ്കിൽ ഉണ്ടാകുന്ന വലിയ ഒരു സാങ്കേതിക വിഷയം ക്യാബിനെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നേരത്തെ KV ബൈജുവും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത് അല്പസമയത്തിനുള്ളിൽ ഇതിന്റെ വിവരങ്ങൾ വരും എന്നുള്ളതാണ്. ഗംഗാവലി പുഴയെ സംബന്ധിച്ചിടത്തോളം ഒഴുക്ക് ഇപ്പോൾ ഇതാ 3 മണി അടുക്കുന്നു. ഈ വൈകുന്നേരത്തോട് കടക്കുന്തോറും ഒഴുക്ക് കൂടുന്ന ഒരു സാഹചര്യം ഒരു വശത്ത്, ഒപ്പം ഈ പുഴയിലുള്ള പാറകള്, പുഴയിലുള്ള മരങ്ങളൊക്കെ
ഒക്കെ തടസ്സമാകുന്ന ഒരു വിഷയമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡ്രോൺ പരിശോധന കൃത്യമായിട്ട് തുടരാൻ കഴിയും ഇരുട്ട് വരുന്നത് വരെ എന്നുള്ള ഒരു വിഷയമാണ്. ഈ മിന്നൽ പ്രളയവും ഹിമപാതവും ഒക്കെ ഉണ്ടായ അങ്ങനെയുള്ള അത്തരം സാഹചര്യങ്ങൾ പോലും ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒന്ന് കൂടിയാണ് അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ടർ എന്ന IBOD. അപ്പോൾ അതാണ് ഇനിയുള്ള മണിക്കൂറുകൾ. റൈറ്റ്. ഏതായാലും ബൈജു അല്പസമയത്തിനുള്ളിൽ നമുക്ക് ഒപ്പം ചേരും. ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് ഈ ചിത്രം വ്യക്തമാകാൻ. IBOD എന്താണ് പറയുന്നത്? ക്യാബിനാണോ കണ്ടെത്തിയിരിക്കുന്നത്? ക്യാബിനാണോ ഈ സിഗ്നൽ? ഈ മൂന്ന് സ്പോട്ട് ഐഡന്റിഫൈഡ് ചെയ്തതിൽ ക്യാബിൻ ഏതാണ് എന്ന് വ്യക്തമായി അറിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡൈവേഴ്സിന് കൃത്യമായിട്ട് അതിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ളൊരു വിഷയമുണ്ട്. ഏതായാലും മുബീൻ ലോറി ഉടമ തടി കണ്ടെത്തിയതിനെ കുറിച്ച് നേരത്തെ പ്രതികരിച്ചിരുന്നു. ആ മുബീന്റെ പ്രതികരണത്തിലേക്ക് പോയിട്ട് വരാം. ഒറ്റ മിനിറ്റ് ഇതിന്റെ മറുപടി നൽകേണ്ടത് പോലീസുകാരാണ്, ഞാനല്ല. ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ അതിന്റെ സ്ഥിരീകരണം പോലീസാണ് നൽകേണ്ടത്, ഞാനല്ല. ഞാൻ അറിയില്ല, എന്റെ അറിവിൽ അവിടെ ഒരു 4 കഷ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളതാണോ അവരതാണോ എന്നുള്ളത്, വേറെ ആരതോ ആണോ എന്നുള്ളത് പോലീസുകാരാണ് പറയേണ്ടത്. അവര് പോയെന്ന് കിട്ടിയാന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിന്റെ ഒക്കെ യാഥാർത്ഥ്യം FIR ഉള്ള കേസും പടി ആയതുകൊണ്ട് ഇതിപ്പോ അവരെന്നെ പോലീസുകാരാണ്, കർണാടക പോലീസാണ് ഇതിന് മറുപടി നൽകേണ്ടത്. ഇത് അവിടെയുള്ള മീൻ പിടിക്കുന്ന ആർക്കാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത്. സ്ഥിരീകരണം പോലീസുകാരാണ് സ്ഥിരീകരിക്കേണ്ടത്. അവരെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു 4 to 5 പീസ് ഉണ്ടാവും. പല ഇടങ്ങളിലായിട്ടാണ് അവർ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് കഷ്ണം എത്ര ഉണ്ട് എന്നുള്ള ഓർമ്മയില്ല. എന്തായാലും ഒരു 3-4 കഷ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ മുകളിലേക്കുള്ള അത് ഞങ്ങൾ തന്നെ ആണോ എന്നുള്ളത് പോലീസുകാർ എന്തായാലും അവരാണ് കൺഫേം ചെയ്ത് പറയേണ്ടത്. ഞാൻ പോയി കണ്ട അന്നലെ വൈകുന്നേരം. അതിന്റെ മുകളിൽ ഒരു P1 എന്നുള്ളതായിട്ട് ഞാൻ കണ്ടു. ഞാനതിപ്പോൾ ബാക്കി മീഡിയകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. P1 എന്നുള്ള ഒരു മാർക്കിംഗ് ഉണ്ട്. അതൊരു പ്രത്യേക മാർക്കിംഗ് ഒന്നല്ല, അവിടെ ജസ്റ്റ് ആ ലോഡിന്റെ ഫോട്ടോ അയച്ചു തന്നതിൽ ഒരു P1 എന്നുള്ള മാർക്കിംഗ് ഉണ്ട്, ജസ്റ്റ് അതേ ഉള്ളൂ. ഈ മരം ഏത് അവിടെ ഉള്ളതോ? അവിടെ ഉള്ള മരത്തിന് തോലില്ല, അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലായില്ല ഏത് മരം എന്നുള്ളത്. മുബീൻ ലോറി ഉടമ കൂടിയാണ് പ്രതികരിച്ചത്. ഈ നേരത്തെ കണ്ടെത്തിയ തടി അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല അർജുന്റെ ലോറിയുടേതാണോ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ ഇനി ഒരു സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അർജുന്റെ ലോറിയുടെ ഉടമ മനാഫ് വ്യക്തമാക്കിയിട്ടുണ്ട് ആ തടി അത് അർജുന്റെ ലോറിയുടേത് തന്നെയാണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് സംഗ്രഹിക്കേണ്ടത്? അതായത് ഈ ലോറി 3 ഭാഗങ്ങളായി മാറുന്നു. ഈ ഐബോർഡ് ഡ്രോണ് വളരെ ശക്തമായിട്ടുള്ള സിഗ്നൽ കണ്ടെത്തിയ നദിയിലെ ഭാഗത്ത് അർജുന്റെ ലോറി ഉണ്ട് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. അപ്പോൾ അവിടെ ഈ ലോറി 3 ഭാഗങ്ങളായിട്ട് കിടക്കുകയാണ്. അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് കിടക്കുന്നു. അതിൽ ഇനി ക്യാബിൻ ഭാഗം കണ്ടെത്താൻ ശ്രമിക്കുക. എത്ര ഏരിയയിലാണ് ഈ 3 ഭാഗങ്ങളായിട്ട് കിടക്കുന്നത്? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ 3 ഭാഗങ്ങൾ പിളർന്നതിന് ശേഷം അടുത്തടുത്ത് കിടക്കുന്നു അതോ അകലത്തിൽ കിടക്കുന്നു? അങ്ങനെയാണെങ്കിൽ അത് ഏരിയ ഏത് തരത്തിലാണ് എന്നുള്ളൊരു ചോദ്യമാണ്. ഏതായാലും 3 ഡിഫറെന്റ് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സാധ്യതയിൽ ഈ മൂന്നും അവിടെ ഉണ്ട്. 3 സ്പോട്ടും അവിടെ ഉണ്ട്, 3 ഭാഗങ്ങളും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത് ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് തുടക്കത്തിൽ വന്നത്. സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒഴുകിപ്പോകാൻ സാധ്യത, കാരണം ഈ തടി പോലും ഒഴുകിപ്പോയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഐബോർഡ് കണ്ടെത്തിയിരിക്കുന്ന വിവരമനുസരിച്ച് ലോറി 3 ഭാഗങ്ങളായി കിടക്കുന്നു. ഈ 3 ഭാഗത്തിനകത്ത് ക്യാബിൻ ഏതാണ് എന്നാണ് ഇനി ഐബോർഡ് കണ്ടെത്തേണ്ടത്. ക്യാബിൻ ഏതാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഉള്ള നീരൊഴുക്ക്, അടിയൊഴുക്ക് അത് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിനുശേഷം സ്കൂബ ഡൈവേഴ്സ് സംഘത്തിന് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാം, അതിലേക്ക് ഇറങ്ങാൻ കഴിയും. പിന്നെ നമ്മൾ നേരത്തെ